ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലത്തെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നിരുന്നു. നമ്മൾ എങ്ങനെയാണ് നോൺ കറണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് നോൺ കറണ്ട് അക്കൗണ്ട്സ് ആണ്. അത് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ നോൺ കറണ്ട് അക്കൗണ്ടായ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഒരു ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്ത് നോക്കണം? അത് അറ്റ് കോസ്റ്റിലാണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ നോക്കണം. അതെങ്ങനെയാണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തിലായിരിക്കും? അറ്റ് കോസ്റ്റിലായിരിക്കും. കോസ്റ്റിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിലാണ് അറ്റ് കോസ്റ്റിൽ, ഇല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. ഇനി അറ്റ് കോസ്റ്റിലാണെങ്കിൽ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആദ്യം ഞാൻ റിവൈസ് ചെയ്ത് തരാം. രണ്ട് അക്കൗണ്ട്സ് വരയ്ക്കണം, ഫിക്സഡ് അസറ്റും അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന അക്കൗണ്ടിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ ഹെഡിൽ ക്രെഡിറ്റ് ചെയ്യണം കറണ്ട് ഇയർ ഡിപ്രീസിയേഷന്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ രണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. അതിലത്തെ ഒരു അക്കൗണ്ടായ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ P&L അക്കൗണ്ട് എന്ന പേരിൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഫിക്സഡ് അസറ്റ് വിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. അതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ, ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ അടുത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് ക്യാഷ് റെസിപ്റ്റ് ആണ്. സെയിൽസും വിറ്റിട്ട് നമ്മൾ സെയിൽസ് നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷ് റെസിപ്റ്റ്, അതും നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അങ്ങനെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതിൻ്റെ കോൺട്രാ എൻട്രി അവിടെ വരും. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഇന്നലെ പറഞ്ഞതാണ്. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ നമ്മൾ ആകെ ഒരു അക്കൗണ്ട് വരയ്ക്കുള്ളൂ, അതായത് കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് മാത്രം. അതുപോലെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലാണ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ എന്ന പേരിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. മറ്റോടത്ത് നമ്മൾ എവിടെ ചെയ്തത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലാണ് അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട്. ഇവിടെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണില്ല. അതുകൊണ്ട് നമ്മൾ ഏത് അക്കൗണ്ടിൽ കാണിക്കണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അടുത്ത രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളും സെയിം ആണ്. അതായത് വിറ്റതിൻ്റെ ക്യാഷ് റെസിപ്റ്റും അതിൻ്റെ വിറ്റതിൻ്റെ പ്രോഫിറ്റും ലോസും അത് സെയിം ആണ്. പിന്നെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷന് റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. ഓക്കെ, ദെൻ അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. കോസ്റ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെയിൽസ് റെസിപ്റ്റിൽ കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റാണോ ലോസാണോ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിനേക്കാളും മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാനൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഫോമ വരയ്ക്കുക. പെർട്ടിക്കുലർ രണ്ട് എമൗണ്ട് കോളം, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും അങ്ങനത്തെ കോളംസ് കൊടുക്കുക. ദെൻ കറണ്ട് അസറ്റ്സുകളൊക്കെ എഴുതുക. നോക്കുമ്പോൾ 5 കറണ്ട് അസറ്റ്സ് ഉണ്ട്. ലാസ്റ്റത്തെയുള്ള പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ എടുക്കാറില്ല. അതെന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഫിക്റ്റീഷ്യസ് അസറ്റാണ്, നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് എക്സ്പെൻസുകളുടെ എമൗണ്ട് 2 കോളത്തിലും എഴുതുക. ദെൻ അത് ടോട്ടൽ ചെയ്യുക. അങ്ങനെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കാം. 1,19,000ഉം 1,46,000ഉം കിട്ടി. അതവിടെ വയ്ക്കുക. ദെൻ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 4 കറണ്ട് ലയബിലിറ്റികളാണുള്ളത്. അത് 4 തെറ്റിക്കാണ്ട് എമൗണ്ട് എഴുതി നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,03,000ഉം 1,18,000ഉം കിട്ടി. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് 1,19,000ൽ നിന്ന് 1,03,000 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 2014 16,000 കിട്ടി. അപ്പുറത്ത് 1,46,000ൽ നിന്ന് 1,18,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 28,000 കിട്ടും. അപ്പോൾ 2015 28,000 കിട്ടി. ഇനി നോക്കുക, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കണം. അതായത് 2014 16,000 ആയിരുന്നു, അത് 15 ആയപ്പോൾ 28,000 ആയിട്ട് കൂടി. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? കൂടിയത് കൊണ്ട് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതാം.
ദെൻ അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് എത്ര വരിക 28,000-ൽ നിന്ന് 16,000 ലെസ് ചെയ്ത് എത്ര കിട്ടും 12,000 ആണ് കിട്ടുക. അത് നമ്മൾ ഏത് കോളത്തിലാണ് ഷോർട്ടേജ് ആ കോളത്തിൽ എഴുതി 12,000 എന്ന് എഴുതി. അപ്പോൾ കൂടിയത് കൊണ്ട് 16,000 എന്നുള്ളത് 28,000 ആയിട്ട് കൂടിയത് കൊണ്ട് നമ്മൾ ഇൻക്രീസിന് വേണ്ടി ഡിഫറൻസ് എമൗണ്ട് ഏത് കോളത്തിലാണോ ഷോർട്ടേജ് ആ കോളത്തിലെ 12,000 എഴുതി. അപ്പോൾ അതിലത്തെ കഴിഞ്ഞു. അപ്പം തന്നെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻക്രീസിലാണോ ഡിക്രീസിലാണോ എന്ന് എഴുതുക. ഇവിടെ നിന്ന് ഇൻക്രീസ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഏത് കോളത്തിൽ എഴുതണം ഡിക്രീസ് കോളത്തിൽ ഈ 12,000 എഴുതണം. ഓക്കെ, അപ്പോൾ അവിടുത്തെ കഴിഞ്ഞു. ഇനി മറ്റേ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യാം. ആദ്യത്തേത് സ്റ്റോക്ക് എന്താണ് കുറഞ്ഞേക്കാണ് അപ്പോൾ ഡിക്രീസ് കോളത്തിൽ എഴുതി. ഡെപ്റ്റേഴ്സ് കൂടിയേക്കാണ് ഇൻക്രീസ് കോളത്തിൽ എഴുതി ഡിഫറൻസ് എമൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കുറഞ്ഞേക്കാണ് ഡിക്രീസ് എമൗണ്ട് കോളത്തിൽ എഴുതി. ദെൻ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയേക്കാണ് ഇൻക്രീസ് കോളത്തിൽ എഴുതുക. ക്യാഷ് അറ്റ് ബാങ്ക് കൂടിയേക്കാണ് ഇൻക്രീസ് കോളത്തിൽ എഴുതി. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ്സുകൾ കഴിഞ്ഞു. അടുത്ത കറണ്ട് ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് കുറഞ്ഞേക്കാണ് അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ എഴുതി. ക്രെഡിറ്റേഴ്സ് കൂടിയേക്കാണ് അപ്പോൾ ഡിക്രീസ് കോളത്തിൽ എഴുതി. പ്രൊവിഷൻ ഫോർ ടാക്സ് കുറഞ്ഞേക്കാണ് ഇൻക്രീസ് കോളത്തിൽ എഴുതി. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കൂടിയേക്കാണ് ഡിക്രീസ് കോളത്തിൽ എഴുതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇന്നലെ തന്ന ഹോംവർക്കിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ്, അതുപോലെ കറണ്ട് ലയബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം കമ്പാരിസൺ നടത്താനായിട്ട്. ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കുക, ഏത് കോളത്തിലാണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫിക്സഡ് അസറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഫിക്സഡ് അസറ്റ് ഓൺ 1/1/2011 2,40,000, 31/12/2011 3,50,000. Then provision for depreciation on 1/1/2011 60,000, 31/12/2011 65,000. Then depreciation for 2011 30,000. During the year, a fixed asset cost rupees 40,000, having accumulated depreciation of 25,000, sold for 10,000. Find flow of fund. Okay, അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിരിക്കുന്നു. അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ 4 ഡീറ്റെയിൽസ്. പിന്നെ ഈ വർഷത്തെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഫിക്സഡ് അസറ്റ് വിറ്റതിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു 40,000 രൂപ വിലയുള്ള ഒരു ഫിക്സഡ് അസറ്റ്, അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര നാൾ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ കൊല്ലം ഇത്ര എമൗണ്ട് വെച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുമല്ലോ. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് 25,000 വന്നിട്ടുണ്ട്. അത് വിറ്റേക്കുന്നത് 10,000 റുപ്പീസിനാണ്. ഓക്കെ, നമ്മളോട് ഫ്ലോ ഓഫ് ഫണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ജേർണൽ എൻട്രി നമുക്കറിയാം. ഇത് ആദ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. അറ്റ് കോസ്റ്റ് ആണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ തന്നിരിക്കുന്നത് നോക്കണം. അതിനുള്ള ക്ലൂ എന്താ ഞാൻ ഇന്നലെ പറഞ്ഞത്? ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അറ്റ് കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആയിരിക്കും. ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഏതിലായിരിക്കും? അറ്റ് കോസ്റ്റിലായിരിക്കും. ദെൻ അപ്പോൾ നമുക്ക് അറ്റ് കോസ്റ്റിലാകുമ്പോൾ നമുക്ക് 2 അക്കൗണ്ടുകൾ വരയ്ക്കണം. ഏതൊക്കെയാണ്? ഈ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ ഒരു അക്കൗണ്ടും വരയ്ക്കണം, അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് വിറ്റ കാര്യം, ഒട്ടുമിക്ക പ്രോബ്ലത്തിലും ഒരു ഫിക്സഡ് അസറ്റ് വിറ്റ കാര്യം തന്നിട്ടുണ്ടാവും. ആ വിറ്റത് പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്നോ ആദ്യം തന്നെ കണ്ടുവെച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ 2 അക്കൗണ്ടും ഒപ്പം വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിക്സഡ് അസറ്റിൻ്റെ സെയില് അറ്റ് പ്രോഫിറ്റ് ആണോ അറ്റ് ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് ലോസ് ഓർ പ്രോഫിറ്റ് എന്താണെന്ന് ഇന്നലെ പ്രൊഫോമ പഠിച്ചിരുന്നു. കോസ്റ്റിൽ നിന്ന് ആദ്യം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, ദെൻ കമ്പയർ ചെയ്യുക. അപ്പോൾ എഴുതുക കോസ്റ്റ് ഓഫ് അസറ്റ് എത്ര രൂപ വിലയുള്ളതാണ്? 40,000 റുപ്പീസ് വർത്തുള്ള അസറ്റാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് അസറ്റ് ഇസ് ഈക്വൽ ടു 40,000 ലെസ് അതിൽ നിന്ന് കുറയ്ക്കണം. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 25,000 ആണ്. ആ 40,000-ൽ നിന്ന് 25,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 15,000 കിട്ടി. അപ്പോൾ അങ്ങനെ 15,000 വർത്തുള്ള ആ ഫിക്സഡ് അസറ്റ് നമ്മൾ വിറ്റിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 10,000 റുപ്പീസിനാണ്.
ആ 15,000-ൽ നിന്ന് 10,000 ലെസ് ചെയ്യുക. അതായത് ആ 15,000 രൂപ വിലയുള്ള ആക്ച്വൽ കോസ്റ്റ് അല്ല ആ അസറ്റ് വിറ്റിരിക്കുന്നത് 10,000 റുപ്പീസിനാണ്. ഡിഫറൻസ് 5,000 ആണ്. ലാഭമാണോ നഷ്ടമാണോ? 15,000 രൂപ വിലയുള്ള സാധനം 10,000 രൂപയ്ക്ക് വിറ്റിരിക്കണം, നഷ്ടമാണ്. എത്ര രൂപ? 5,000 റുപ്പീസ് ലോസ് ആണ്. അപ്പോൾ ലോസ് ഓൺ സെയിൽ എന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതുക? 5,000 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ ലോസ് ആണെന്ന് മനസ്സിലായില്ലേ? അതായത് കോസ്റ്റിൽ നിന്ന് നമ്മൾ ഇത്ര നാളും ചാർജ് ചെയ്ത ഡിപ്രീസിയേഷനൊക്കെ കുറച്ചിട്ട് ബാക്കി എത്രയുണ്ട്? 15,000 റുപ്പീസ് ഉണ്ട്. ആ 15,000 വെർത്തുള്ള അസറ്റാണ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റേക്കുന്നത്? 10,000 റുപ്പീസിന് വിറ്റേക്കുന്നത്. നഷ്ടത്തിലാണ് നമ്മൾ വിൽപ്പന നടത്തിയേക്കുന്നത്. 5,000 രൂപ നഷ്ടമായി. അപ്പോൾ ലോസ് ഓൺ സെയിലാണ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് വിൽക്കുന്നത് ലോസിലാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ട് എഴുതുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത അക്കൗണ്ടുകൾ വരയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അറ്റ് കോസ്റ്റിലായതുകൊണ്ട് നമുക്കറിയാം നമുക്ക് 2 അക്കൗണ്ട്സ് വരയ്ക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റ് എ ടൈം 2 അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിടുക. ഓക്കെ, ഒരേ സമയത്ത് തന്നെ 2 അക്കൗണ്ട്സും ഓപ്പൺ ചെയ്തിടുക. ഏതൊക്കെ 2 അക്കൗണ്ട്സ്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ട്. അതാണ് 2 അക്കൗണ്ടുകൾ വരുന്നത്. അത് രണ്ടും അറ്റ് എ ടൈം ഓപ്പൺ ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് എഴുതുക? രണ്ടിൻ്റെയും ഫിക്സഡ് അസറ്റിൻ്റെയും അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. അതാണ് ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റാണ്. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ്, എല്ലാ ലയബിലിറ്റീസിനും ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. കാരണം മനസ്സിലായില്ലേ? എല്ലാ അസറ്റ്സുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ടായ 2,40,000 എഴുതാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ താഴെയായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്ലോസിംഗ് എമൗണ്ടായ 3,50,000 എഴുതി. ഓക്കെ, അപ്പം തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യുക? അടുത്ത് തന്നിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങുമാണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഏത് സൈഡിലാണ് കാണാറ്? ലയബിലിറ്റി സൈഡിലാണ് കാണാറ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും എന്ത് തന്നെയാണ്? ലയബിലിറ്റി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ലയബിലിറ്റികൾക്കും എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 60,000 എന്ന് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്ലോസിങ് ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ താഴെയായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 65,000 എഴുതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇന്നലെ പഠിച്ച അഡ്ജസ്റ്റ്മെൻറ്റ്, ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. 2 അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു. രണ്ടിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസ്റ്റ് ചെയ്തു. രണ്ടാമത് എന്താ ചെയ്യുന്നത്? അറ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ രണ്ടാമത് എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ നോക്കണം. നമുക്ക് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? എന്താ ചെയ്യേണ്ടത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ട് എന്ന പേരിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ 30,000 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്രെഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അങ്ങനെയല്ല പഠിച്ചത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ. അപ്പം ആ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എന്തിൻ്റെ ഹെഡിലാണ്? P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ ഹെഡിലാണ് എഴുതേണ്ടത്. P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30,000 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ അതവിടെ കിടക്കട്ടെ. ദെൻ അടുത്ത് എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റിൻ്റെ ലോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ലോസാണ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്ത് പേരിൽ? P&L അക്കൗണ്ട് എന്ന പേരിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ P&L അക്കൗണ്ട് നിന്ന് എഴുതുക. ഏത് അക്കൗണ്ടിലെ? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച ലോസ് എമൗണ്ട് എത്രയാണ്? 5,000. അത് എഴുതി. ഓക്കെ, അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽസിനെ കുറിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണം. അതെന്താ ഇന്നലെ പഠിച്ചത്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ അസറ്റ് വിറ്റിട്ട് എത്ര രൂപയാണോ കിട്ടിയത് ആ എമൗണ്ടാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര രൂപയ്ക്ക് വിറ്റെന്നാണ്? 10,000 റുപ്പീസിനാണ് വിറ്റേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 25,000 രൂപ വിലയുള്ളതാണ്, പക്ഷെ വിറ്റേക്കുന്നത് 10,000 റുപ്പീസിനാണ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ് എത്രയായിരിക്കും? 10,000 ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 10,000 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടിയുള്ള എന്താണ്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് ദി സോൾഡ് അസറ്റ്. നമ്മൾ വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് അറ്റ് കോസ്റ്റിലാണെങ്കിൽ മാത്രമേ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ. റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തില്ല.
പക്ഷേ ഇവിടെ അറ്റ് കോസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. എന്താ നമ്മൾ ഇന്നലെ പഠിച്ച ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്തിൻ്റെ പേരിൽ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന പേരിലത് ക്രെഡിറ്റ് ചെയ്യണമെന്ന് ഇന്നലെ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 25,000 ആണ്. അത് എഴുതി. ദെൻ അപ്പം തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ കോൺട്രാ എൻട്രി വരും. അതായത് ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തു. ഏത് അക്കൗണ്ടിൽ? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ. അപ്പോൾ അതിൻ്റെ കോൺട്രാ എൻട്രി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്താൽ അവിടെ ഏതായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, കോൺട്രാ എൻട്രി മനസ്സിലാവാത്തവർക്കൊന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ എന്ത് പേരിലാണ് ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ പേരിലാണ് 25,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോൺട്രാ എൻട്രി ഏതിൽ വരും? ഫിക്സഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ വരും. എന്ത് പേരിൽ? ഫിക്സഡ് അസറ്റ് എന്ന പേരിൽ. ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്തത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 25,000 എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് അറ്റ് കോസ്റ്റിലാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഓർഡറിൽ അങ്ങനെ ചെയ്യുക. ആദ്യം 2 അക്കൗണ്ട് വരയ്ക്കുക, ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസസ് എഴുതാം. രണ്ടാമത് നോക്കേണ്ടത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ എവിടെ എഴുതണം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ മൂന്നാമത് നോക്കേണ്ടത് ലോസ് ആണ് പ്രോഫിറ്റ് ആണ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. നാലാമത് ഈ വിറ്റ ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുള്ള സെയിൽസ് റെസീപ്റ്റിനെ കുറിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. അഞ്ചാമത്തത് ഈ വിറ്റ ഫിക്സഡ് അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ഓക്കെ, ഈ ഓർഡറിൽ ചെയ്താൽ നമുക്ക് തെറ്റില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ അക്കൗണ്ടുകളായിട്ട് ക്ലോസ് ചെയ്യാം. ആദ്യം വരച്ചത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടാലി ചെയ്യുക. ടാലി ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടായേക്കുന്നത്? ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, ഡെബിറ്റ് സൈഡിലാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്. അതായത് ഡെബിറ്റ് സൈഡ് കൂടിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പുറത്തെ 3,90,000 വരും, അവിടെ ആകെ 2,40,000 ബാലൻസിങ് ഫിഗർ 1,50,000 ആണ്. ആ 1,50,000 നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാം? ഡെബിറ്റ് കൂടണം. ഡെബിറ്റ് കൂടണം എന്ന് വെച്ചാൽ അസറ്റ് അക്കൗണ്ടാണ്. അതിൻ്റെ അസറ്റ് അക്കൗണ്ടുകളുടെ ഡെബിറ്റ് കൂടി എന്ന് വെച്ചാൽ അസറ്റ് കൂടി എന്നാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ അസറ്റുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് കൂടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടി. എങ്ങനെയാണ് അസറ്റ് കൂടുക? പുതുതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായ? അതായത് ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അതിൻ്റെ അർത്ഥം ഇത്രയും നാൾ നമുക്കുണ്ടായിരുന്ന ഓപ്പണിംഗ് ബാലൻസ് 2,40,000 ആയിരുന്നു, പക്ഷേ അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഓരോ അസറ്റുകൾ കൂടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ അസറ്റ് കൂടിയിട്ടുണ്ട്. എപ്പോഴാണ് അസറ്റ് കൂടുക? പുതിയ അസറ്റ് വാങ്ങുമ്പോഴാണ് നമ്മുടെ അസറ്റിൻ്റെ അക്കൗണ്ടിലെ എമൗണ്ട് കൂടുക. അപ്പം നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് ഷോർട്ടേജ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെന്ന് എഴുതണം? പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് എഴുതണം. സപ്പോസ് നിങ്ങൾക്ക് ഷോർട്ടേജ് ക്രെഡിറ്റിലാണ് വന്നെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം ഡെബിറ്റ് ബാലൻസ് ഉള്ളതാണ്, പക്ഷെ അത് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ അത് കുറയ്ക്കണം. എങ്ങനെ നമ്മുടെ അസറ്റ് കുറയുക? സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നെന്ന് വെച്ചാൽ സെയിൽസ് ഓഫ് അസറ്റ് പറഞ്ഞിട്ട് എഴുതണം. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ കഴിഞ്ഞു. ആദ്യം ടാലി ചെയ്യുക. ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ നോക്കുക. ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ്, ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ്. ബുദ്ധിമുട്ടുള്ള അതെങ്കിലും കാണാപ്പാടും പഠിച്ചു വയ്ക്കാം. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഒന്ന് ടാലി ചെയ്ത് നോക്കിയാൽ 2 സൈഡും ടാലിയായി പൊക്കോളും. ബാലൻസ് ഫിഗർ ഒരു സൈഡിലും വരുന്നില്ല. അപ്പോൾ അത് രണ്ടും ബാലൻസ് ചെയ്ത് 90,000 അപ്പുറത്തും എഴുതി. അപ്പോൾ ഇതോടുകൂടി ഈ പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ ഈ 2 അക്കൗണ്ട് പ്രിപ്പറേഷനാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇതുപോലത്തെ കുറേ അക്കൗണ്ടുകൾ നമ്മൾ വരയ്ക്കാനുണ്ടാവും, നമുക്ക് പിന്നെ പഠിക്കാം. തൽക്കാലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പഠിക്കേണ്ടത്. ആദ്യം പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നോക്കുക. ദെൻ 2 അക്കൗണ്ടുകൾ വരച്ച് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും പോസ്റ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഫിഗർ കിട്ടിക്കൊള്ളും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 2 lakh, ക്ലോസിംഗ് ബാലൻസ് 3 lakh. Opening balance of provision for depreciation 60,000, closing balance of provision for depreciation 80,000. During the year, a machinery cost rupees 70,000 was sold for rupees was purchased for equity shares.
An old machine 16,000 was sold for rupees 8,000 having accumulated depreciation of 7,000. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെയാണ് ഒരു സ്പെഷ്യൽ എൻട്രി കൂടി വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ എന്ത് കണ്ടുപിടിക്കുക, ലോസ് ഓർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എത്ര രൂപ സെയിൽസ് ആദ്യം നോക്കുക, അതിൻ്റെ ലോസ് ഓർ പ്രോഫിറ്റ് നോക്കുക. ആൻഡ് ഓൾഡ് മെഷീൻ കോസ്റ്റ് റുപ്പീസ് 16,000. അപ്പോൾ അതിൻ്റെ വില എത്രയാണ്? 16,000 ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് ഇസ് ഈക്വൽ ടു 16,000 എന്ന് എഴുതി. ലെസ് എന്ത് ചെയ്യണം? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. എത്രയാണ് അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ? 7,000 ആണ്. 16,000ൽ നിന്ന് 7,000 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 9,000 കിട്ടി. ദെൻ അതിൽ നിന്ന് സെയിൽസ് റെസിപ്റ്റ് ലെസ് ചെയ്യണം. എത്ര രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്? സോൾഡ് ഫോർ റുപ്പീസ് 8,000 ലെസ് സെയിൽസ് റെസിപ്റ്റ് 8,000 കിട്ടി. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 1,000 ആണ് നമുക്ക് ഡിഫറൻസ് എമൗണ്ട് കിട്ടിയത്. ഇനി അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നമുക്ക് നോക്കണം. 9,000 റുപ്പീസ് വെർത്തുള്ള അസറ്റ് ഞാൻ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 8,000 റുപ്പീസിനാണ്. അതായത് 9,000 രൂപ വിലയുള്ള സാധനം ഞാൻ വിൽക്കുന്നത് 8,000 രൂപയ്ക്ക്. ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ്. ലോസ് ഓഫ് റുപ്പീസ് 1,000. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ആ വിറ്റത് നഷ്ടത്തിലാണ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് അറ്റ് കോസ്റ്റ് ആണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണോ നോക്കണം. ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നതുകൊണ്ട് അതെന്തായിരിക്കും? അറ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? 2 അക്കൗണ്ടുകൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2 അക്കൗണ്ടുകൾ വരയ്ക്കാം. എന്തൊക്കെ അക്കൗണ്ടാണ്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടാണ്. ഇവിടെ കൃത്യമായിട്ട് ഫിക്സഡ് അസറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മെഷീനറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് വരെ എഴുതാം? മെഷീനറി അക്കൗണ്ട് എന്ന് എഴുതാം. അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതാം. 2 അക്കൗണ്ടുകളും അറ്റ് എ ടൈം വരയ്ക്കാം. ദെൻ ഓപ്പണിംഗ് ബാലൻസുകൾ എഴുതുക. മെഷീനറിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് ഓപ്പണിംഗ്, കാരണം അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. അപ്പോൾ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക 2 lakh. ക്ലോസിംഗ് ബാലൻസ് അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 3 lakhs എഴുതി. അപ്പം തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസ്റ്റ് ചെയ്യാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ലൈബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിങ് ക്രെഡിറ്റ് ബാലൻസ് വരും. അപ്പോൾ ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക 60,000. ക്ലോസിങ് ഡെബിറ്റ് വരും. ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 80,000 ഡെബിറ്റും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? കറണ്ട് ഇയർ ഡിപ്രീസിയേഷനെ കുറിച്ച് നമ്മൾ എഴുതണം. ക്വസ്റ്റ്യനിലെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ ഫോർ ദി ഇയർ 2011 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിലെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതവിടെ എടുക്കണം. അപ്പോൾ നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മൂന്നാമത്തേക്ക് കിടക്കാം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ലോസാണ് 1000 രൂപയുടെ ലോസ്. ആ ലോസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യണം P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിപ്പോൾ എഴുതുക P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1000 എന്ന് എഴുതി. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? വിറ്റതിൻ്റെ സെയിൽസ് റെസിപ്റ്റ്. എത്ര രൂപയ്ക്കാണ് വിറ്റേക്കണത്? 8,000 റുപ്പീസിനാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. അതിൻ്റെ എന്ത് ചെയ്യണം? അപ്പോൾ വിറ്റത് സെയിൽസ് റെസിപ്റ്റ് മെഷീനറി അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയല്ലോ. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അത് ക്രെഡിറ്റ് ചെയ്യുക 8,000 റുപ്പീസ്. അപ്പോൾ നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. അഞ്ചാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ്റെ വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എത്രയാണ് വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ? 7,000 ആണ്. അതെന്താണ് ചെയ്യേണ്ടത്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക 7,000 ക്രെഡിറ്റ് ചെയ്യാം. ഉടനെ തന്നെ അതിൻ്റെ കോൺട്രാൻട്രി എവിടെ എഴുതാം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ക്യാരി ഡൗണിൻ്റെ തൊട്ട് മുകളിലെ 7,000 എഴുതി. ഓക്കെ, ഇനി 5 അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. അതിൽ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തരാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട്സുകൾ നമുക്ക് ബാലൻസ് ചെയ്യാം. ആദ്യം നമുക്ക് മെഷീനറി അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇതിൽ ഈ 5 എണ്ണം അല്ലാണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അസറ്റ് മേടിച്ചത് എങ്ങനെ? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അസറ്റ് മേടിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഇയർ എ മെഷീൻ കോസ്റ്റ് റുപ്പീസ് 70,000 വാസ് പർച്ചേസ്ഡ് ഫോർ ഇക്വിറ്റി ഷെയർസ്. ക്യാഷ് കൊടുത്തിട്ടല്ല, അതിന് പകരം നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ അസറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അസറ്റ് മേടിക്കുമ്പോൾ എന്ത് കൂടും? ഡെബിറ്റ് ബാലൻസ് കൂടണം അല്ലേ?
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അസറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അസറ്റ് കൂട്ടണം. അസറ്റ് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ബാലൻസിങ് ഫിഗർ ഡെബിറ്റിൽ വന്നപ്പോൾ എന്താണ് എഴുതിയത്? പർച്ചേസ് എന്നല്ല എഴുതിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു അസറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മളത് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. കാരണം അസറ്റ് എന്താണ്? മെഷീനറി എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ മേടിച്ചിരിക്കുന്ന എമൗണ്ട് എത്ര രൂപയാണ്? 70,000 റുപ്പീസ് വർത്തുള്ള അസറ്റാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. എന്തെന്ന് പറഞ്ഞിട്ടാണ്? നമ്മൾ സാധാരണ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഡെബിറ്റ് ചെയ്യാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ അസറ്റ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെന്ന് എഴുതണം? ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ട് ഈ 70,000 അവിടെ എഴുതണം. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞു തരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ആ വർഷം നമ്മളൊരു പുതിയൊരു അസറ്റ് വാങ്ങിയിരിക്കുന്നു, 70,000 രൂപയുടെ അസറ്റ്. അപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അതായത് ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ കമ്പനിയിലുള്ള അസറ്റിൻ്റെ എമൗണ്ട് കൂട്ടണം. അതല്ല ചെയ്യുക. ഒരു അസറ്റ് വാങ്ങിയാൽ നമ്മൾ അസറ്റിൻ്റെ എമൗണ്ട് കൂട്ടണം. അസറ്റിൻ്റെ എമൗണ്ട് കൂട്ടണമെങ്കിൽ അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് കൂട്ടണമെങ്കിൽ ഡെബിറ്റ് തന്നെ ചെയ്യണം. നമ്മൾ ഈ അസറ്റ് വാങ്ങിയത് ക്യാഷ് കൊടുത്തിട്ടല്ല, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ അസറ്റിൻ്റെ അക്കൗണ്ടിൽ, അതായത് മെഷീനറി അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ട് 70,000 റുപ്പീസ് കാണിക്കുക. ഓക്കെ, അത് നേരത്തെ പ്രോബ്ലത്തില്ലാത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആയിട്ടാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ടാലി ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്. ഷോർട്ടേജ് അവിടെ വന്നു, ഡെബിറ്റ് സൈഡിൽ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മെഷീനറി അക്കൗണ്ടിലെ ഷോർട്ടേജ് ഡെബിറ്റ് സൈഡിൽ വരാണെങ്കിൽ പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അപ്പുറത്ത് വരാണെങ്കിൽ സെയിലായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഷോർട്ടേജ് വന്നിരിക്കേണ്ട ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു? പർച്ചേസ് ഓഫ് അസറ്റായിട്ട് അതിനെ ട്രീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ബാലൻസിങ് ഫിഗർ ടോട്ടൽ ചെയ്തു 3,16,000 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അക്കൗണ്ട് ക്ലോസ് ടാലിയാക്കി. ഇത് രണ്ടാമത്തെ അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ്, അത് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തുണ്ട്? നേരത്തെ പോലെ ടാലി ആവുന്നില്ല. ഡെബിറ്റ് സൈഡിൽ 2 ഐറ്റം വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ആകെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. എത്ര കിട്ടും? ക്രെഡിറ്റ് സൈഡിലാണ് 27,000 കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലാത്തത് കൊണ്ട്. ഏതാണ്? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ തരാത്തത് കൊണ്ട് നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരുന്നുവെങ്കിൽ, കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ തന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്താ ചെയ്യുമായിരുന്നത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെയല്ല ചെയ്തത്. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് പ്രൊവിഷൻ അറ്റ് കോസ്റ്റിലാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് അറ്റ് കോസ്റ്റ് ആണ്. ബാലൻസിങ് ഫിഗർ ഏതിലാണ് വന്നിരിക്കുന്നത്? ഏത് സൈഡിലാണ് വന്നിരിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? നമ്മുടെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യണം. അല്ലാണ്ട് ബാലൻസിങ് ഫിഗറിന് വേറെ ഒരിടത്തിലേക്കും തട്ടാനില്ല. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത് കൊണ്ട്, ഈ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലത്തെ ഈ ബാലൻസിങ് ഫിഗർ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കറണ്ട് ഇയർ ഡിപ്രീസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അറ്റ് കോസ്റ്റിലാണെങ്കിൽ അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട്. അപ്പോൾ ഈ ബാലൻസിങ് ഫിഗർ ആയ 27,000 P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടാലി ആക്കിയാൽ നമുക്ക് ആ ഇത് ടാലി ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിനേക്കാൾ 2 പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒന്ന് അസറ്റ് പർച്ചേസ് ചെയ്തും അതുപോലെ ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നതും. അസറ്റ് പർച്ചേസ് ചെയ്ത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നതിൻ്റെ കാര്യം നമുക്ക് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നതെന്ന് വെച്ചാൽ അത് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? കറണ്ട് ഇയർ ഡിപ്രീസിയേഷനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.